ഹലോ. പിള്ളേരൊക്കെ സ്കൂളിലും ഇക്ക ജോലിക്കും പോയി കഴിഞ്ഞു. പിന്നെ എൻ്റെ കൂട്ടിനുള്ള ആളാണ് കേട്ടോ ഇരിക്കുന്നത്. ഞങ്ങളിങ്ങനെ കുറേ നേരം ഇരുന്ന് കളിക്കും. അവളെ കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി എന്തൊക്കെയോ പറയും. ഈ കളിയൊക്കെ കഴിഞ്ഞാൽ ആള് കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. മോൾ ഉറങ്ങണ ഈ സമയം കൊണ്ടാണ് ഞാൻ മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ട് വോയിസ് കൊടുക്കാതിരുന്നപ്പോൾ എൻ്റെ കൂടെ മോളും കൂടിയിട്ടുണ്ട്. ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചേക്കണത്. അങ്ങനെ മോൾ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പത്തിന് കലക്കി വെക്കാനൊക്കെ നിന്നു. അതിനുവേണ്ടി റവ, മൈദ, ശർക്കര പാനി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് റവയും മൈദ ഇട്ടതിന് ശേഷം ശർക്കര പാനിയും കൂടി ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കും. ശർക്കര പാനി നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ കിട്ടും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒരു സ്വല്പം ലൂസാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വേണം. തേങ്ങാക്കൊത്ത് എണ്ണയിലൊന്ന് ചെറുതായി വറുത്തെടുത്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം അവിടെ മൂടി വെക്കാം. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാൻ ചായ വെച്ചു. അങ്ങനെ ചായ തിളച്ചതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കാനും നിന്നു. അങ്ങനെ ചട്ടി വെച്ച് നന്നായി ചൂടായപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു. എണ്ണയൊക്കെ ചൂടായപ്പോൾ ഓരോ ഉണ്ണിയപ്പായി ഒഴിച്ച് ചുട്ടെടുത്തു. ഈ സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കലും കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.